സോ ഹായ് ഹോൾ, ഇതെൻ്റെ വൈകുന്നേരത്തെ ഒരു സ്റ്റഡി വ്ലോഗാണ്. ഞാൻ വന്നു, റെഡിയായി, ഇനിയിപ്പോൾ പഠിക്കാം. അപ്പം ഞാൻ എൻ്റെ വീക്ക്ലി ടാർഗറ്റൊക്കെ ഒന്ന് എടുത്ത് നോക്കി എന്തോരമായി. അടുത്തതെന്ന് പറയുന്നത് മാത്സ് ആണ്. ഞാൻ വിചാരിച്ചു മാത്സ് ഒന്ന് ചെയ്ത് പഠിക്കാം, ബിക്കോസ് എനിക്ക് മാത്സ് ഓൾവേസ് ടഫാണ്. അപ്പം ഞാൻ കുറച്ച് PYQ ക്വസ്റ്റ്യൻസ് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം അതൊന്ന് ചെയ്ത് പഠിക്കാമെന്ന് വിചാരിച്ചു. മാത്സ് എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്ന് എനിക്കിപ്പോഴും കൃത്യമായൊരു ധാരണയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ പറഞ്ഞു തരിക. ഞാൻ നേരത്തെ പഠിച്ചുകൊണ്ടിരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ടോപ്പിക് എടുക്കും, അതിൻ്റെ ക്ലാസ്സസ് കൂടും, ആ സാധനങ്ങൾ ചെയ്ത് പഠിക്കും. പക്ഷേ പിന്നെ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ എനിക്കത് ആ ഒരു ഫ്ലോയിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് അവർ പഠിപ്പിക്കുമ്പോൾ എല്ലാം മനസ്സിലാകുന്നുണ്ട്, പക്ഷേ ചെയ്യാൻ വരുമ്പോൾ അത്ര ഈസി അല്ല. അപ്പം ഇപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ പഠിക്കാം. അപ്പോൾ അതാകുമ്പം ക്വസ്റ്റ്യൻസ് കണ്ടാണല്ലോ പഠിക്കുന്നത്. അപ്പോൾ ആ ഒരു ഫ്ലോ കിട്ടുമായിരിക്കും എന്ന് വിചാരിച്ചാണ് അങ്ങനെ പഠിക്കുന്നത്. അറിയില്ല ഇത് വർക്കാവുമോ എന്ന്. മാത്സ് എനിക്ക് ഭയങ്കര ടഫാണ്. അപ്പം ഞാൻ എന്താണേലും നോക്കാം, ബിക്കോസ് മാത്സ് നമുക്ക് ഒഴിവാക്കിയിട്ട് PSC പഠനമൊന്നും നടക്കത്തൊന്നുമില്ല. മാത്സ് നമുക്ക് സ്കോർ ചെയ്യുക തന്നെ വേണം. അപ്പം ഞാൻ സാധാരണ PSC എക്സാമൊക്കെ എഴുതുമ്പോൾ ഞാൻ കാണിച്ചുകൊണ്ടിരുന്ന ഏറ്റവും വലിയൊരു ബ്ലണ്ടർ എന്ന് പറയുന്നത്, ഞാൻ GK പോർഷൻസ് എല്ലാം കവർ ചെയ്യും, അതൊക്കെ പോയി അറ്റൻഡ് ചെയ്യും. മാത്സ് എന്നിട്ട് അറ്റൻഡ് പോലും ചെയ്യാതെ ഇറങ്ങിപ്പോരും. അപ്പോൾ അത്രയും സ്കോർ അങ്ങ് കുറയുവാണ്. അപ്പം നമ്മൾ ഒരിക്കലും കട്ട് ഓഫ് കടക്കുകയല്ല അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ. അതുകൊണ്ട് എങ്ങനെ വന്നാലും മാത്സ് പഠിച്ചേ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പോൾ മാത്സ് പഠിക്കുന്നത്. പിന്നെ ഒരു ഗ്യാപ്പിന് ശേഷം ഇരുന്ന് പഠിക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും പഠിച്ച കാര്യം തന്നെ ഒന്ന് റിവൈസ് ചെയ്യുന്ന പോലെ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം ഞാൻ വൈകുന്നേരം വന്നിട്ട് എനിക്ക് ചില ദിവസം ഭയങ്കര ഒരു ക്ഷീണമാണ്. അപ്പോൾ ഇന്ന് അത്ര ഒരു എനർജി ഒന്നുമില്ല എനിക്ക്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ മാത്സ് ആദ്യം ചെയ്യാം. മാത്സ് എനിക്ക് ഇഷ്ടമൊന്നുമില്ലെങ്കിലും ഓൾറെഡി പഠിച്ചു വെച്ചേക്കുന്ന കാര്യമായതുകൊണ്ട് അത് ചെയ്ത് കഴിയുമ്പോൾ അത്ര ആയല്ലോ എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുകയും ചെയ്യും, ഒരു പ്രാക്ടീസ് ആവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് മാത്സ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത്, ഞാൻ എൻ്റെ മാത്സിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസും കൂടെ വീഡിയോ കണ്ടു, നോട്ട് ചെയ്തു. ഇനിയിപ്പോൾ നമുക്ക് അടുത്തൊരു സബ്ജക്റ്റ് പഠിക്കാം. അടുത്തതെന്ന് പറയുന്നത് കറണ്ട് അഫെയർ ആണ്. കറണ്ട് അഫെയർ ഞാനിങ്ങനെ കുറേ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇടയ്ക്കൊക്കെ എടുത്ത് വായിക്കുമെങ്കിലും എനിക്കങ്ങനെ കറണ്ട് അഫെയർ എടുത്ത് വെച്ചിരുന്ന് അങ്ങനെ പഠിക്കാൻ വലിയ താല്പര്യമുള്ള രീതിയില്ല. അപ്പം ഞാൻ കറണ്ട് അഫെയർ നോട്ട് ചെയ്ത് വെച്ചാൽ ഇന്ന് ജസ്റ്റ് ആ നോട്ട് ചെയ്ത പേപ്പേഴ്സ് എല്ലാം ഒന്ന് വായിച്ചു നോക്കാം. കാരണം ഒറ്റയടിക്ക് നമ്മൾ ഇരുന്ന് ഇങ്ങനെ വായിച്ചാൽ അത് ഫുള്ള് തലയിലോട്ട് കയറത്തില്ല, കാരണം ഫുൾ ഫാക്ട്സ് ആണല്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചു അതെല്ലാം ഒരു റൗണ്ടൊന്ന് വായിക്കാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് വായിക്കുമ്പോൾ കുറേയൊക്കെ കണക്ട് ചെയ്ത് വന്നോളും. കറണ്ട് അഫെയർ ഞാൻ പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് അഫെയർ എക്സിസ്റ്റ് ചെയ്യുന്ന ഇല്ലാത്ത പോലെയായിരുന്നു എൻ്റെ പഠിത്തം. അതൊക്കെ ഭയങ്കര തെറ്റാണ്. ഇപ്പോഴാണ് ഞാൻ എല്ലാ സബ്ജക്ട്സും ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി എല്ലാ സബ്ജക്ട്സും കവർ ചെയ്ത് വരുന്നത്. അപ്പം കറണ്ട് അഫെയർ എന്താണേലും വായിച്ച് പഠിക്കാമെന്ന് വിചാരിച്ചു. അപ്പം അതിനകത്ത് ഞാൻ ചില പോയിൻറ്റ്സൊക്കെ നോട്ട് ചെയ്യുന്നു, വായിച്ച് പഠിക്കുന്നു. പിന്നെ വൈകുന്നേരം ജോലി കഴിഞ്ഞ് വന്ന് ഞാനങ്ങനെ ഒരുപാട് സമയം ഇരുന്ന് പഠിക്കുന്ന ആളൊന്നുമല്ല. ഇപ്പം നിങ്ങൾ കാണുന്നതെന്ന് പറയുന്നത് ഞാനൊരു 2 to 3 hours മാക്സിമം വൈകുന്നേരം പഠിക്കാറുള്ളൂ. ചില ദിവസം 2 hours ഉണ്ടാവാറുള്ളൂ. കാരണം എനിക്ക് ജോലി കഴിഞ്ഞ് വന്ന് അത്രയൊന്നും പറ്റാറില്ല. പിന്നെ അൾട്ടിമേറ്റ്ലി നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ഒരു സ്ഥിര ഗവൺമെൻറ് ജോലിക്കാണല്ലേ. ചിലപ്പോൾ എൻ്റെ ഈ വീഡിയോ കാണുന്നവർ ഓൾറെഡി ജോലിയുള്ളവരായിരിക്കും, അല്ലെങ്കിൽ പഠിച്ചുകൊണ്ട് മാത്രം ഇരിക്കുന്നവരായിരിക്കും. ഏത് സാഹചര്യത്തിലുള്ളവരാണെങ്കിലും അറിയാം, നമുക്കൊരു സ്ഥിര ഗവൺമെൻറ് ജോലി കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം. അത് കുറച്ച് വർഷങ്ങളായിട്ട് എഴുതുന്നവരാണെങ്കിൽ അത് ഭയങ്കര ഒരു സ്ട്രെസ്സും കൂടെ ആയിട്ടുണ്ടാവും. ഇപ്പം ഞാനാണെങ്കിൽ കുറച്ച് വർഷങ്ങളായിട്ട് എഴുതുന്നുണ്ടായിരുന്നു. എൻ്റെ ഒരു കേസിൽ ഞാൻ സൈക്കോളജി പഠിച്ച ആളാണ്. അപ്പം ലാസ്റ്റ് ICDSൻ്റെ എക്സാം വന്നപ്പം ഞാൻ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടാണ് എക്സാം എഴുതിയത്. പക്ഷേ എനിക്ക് വിചാരിച്ച പോലെ ആ എക്സാം പെർഫോം ചെയ്യാനും പറ്റിയില്ല. കുറേ നെഗറ്റീവ്സൊക്കെ വന്നു, എനിക്ക് കട്ട് ഓഫ് കിടക്കാൻ പറ്റിയില്ല. അപ്പം എനിക്ക് ആ സമയത്ത് ഭയങ്കര വിഷമമായി. എന്നെക്കൊണ്ട് ഈ പരിപാടി നടക്കത്തില്ല എന്ന് വരെ ഫീൽ ചെയ്ത് ഞാനൊരു ബ്രേക്ക് എടുത്തായിരുന്നു. പക്ഷേ വേറെ ഓപ്ഷനില്ല. നമ്മളിപ്പോൾ ഒരു സാധാരണ ഫാമിലിയിൽ നിന്നുള്ള ആളാണെങ്കിൽ നമുക്കറിയാം, നമുക്കൊരു ഗവൺമെൻറ് ജോലി കിട്ടിയാലേ ഉള്ളൂ നമുക്കൊരു സെക്യൂരിറ്റി. ബാക്കി നമ്മൾ എന്ത് ജോലി ചെയ്താലും നമുക്ക് ഓക്കെ ശമ്പളമൊക്കെ കിട്ടും, പക്ഷേ നമുക്കൊരു സെക്യൂരിറ്റി ഇല്ല അല്ലേ. ഇപ്പോൾ മുന്നോട്ട് എന്താവുമെന്ന് അറിയില്ല, അല്ലെങ്കിൽ ഒരു ദിവസം ആ പണി പോകുമോ എന്നറിയില്ല. അങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മളെല്ലാവരും ഗവൺമെൻറ് ജോലിക്ക് ശ്രമിക്കുന്നത്. അങ്ങനെയൊക്കെ വിചാരിച്ചപ്പോൾ ഞാൻ പിന്നെ വിചാരിച്ചു കുഴപ്പമില്ല, ഒരു എക്സാം പോയി, സാരമില്ല, ഇനി അടുത്ത എക്സാമിന് പഠിക്കാം, നന്നായിട്ട് വേറൊരു രീതിയിൽ കുറച്ചുകൂടെ സ്ട്രക്ചേർഡായിട്ട് പഠിച്ചു നോക്കാം. അങ്ങനെയാണ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ജോലി നിർത്തിയിട്ട് പഠിക്കുക എന്നുള്ളതൊന്നും എന്നെ സംബന്ധിച്ച് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. ബിക്കോസ് എനിക്ക് ഫൈനാൻഷ്യൽ സെക്യൂരിറ്റി അത്യാവശ്യമാണ്, എൻ്റെ കാര്യങ്ങൾക്കും എൻ്റെ വീട്ടിലെ കാര്യങ്ങൾക്കൊക്കെ ആണെങ്കിലും. അപ്പം ജോലി നിർത്തിയിട്ട് പഠിക്കുക എന്നുള്ളത് പോസിബിളായിട്ടുള്ള കാര്യമല്ല. അപ്പോൾ എന്നെ കാണുന്ന വീഡിയോ കാണുന്നവർ
ജോലി ചെയ്തുകൊണ്ട് പഠിക്കുന്നവരാണെങ്കിൽ എനിക്ക് പറയാനുള്ളത്, നമ്മൾ പെർഫെക്റ്റായിട്ട് ചെയ്യാൻ വിചാരിക്കാതിരുന്നാൽ മതി. നമ്മൾ പഠിക്കുക, നമ്മളെക്കൊണ്ട് പറ്റുന്നത് നമ്മൾ ചെയ്യുക. തീർച്ചയായിട്ടും നമുക്ക് റിസൾട്ട് കിട്ടും. ചിലപ്പം ബാക്കിയുള്ളവരെക്കാളും കുറച്ചുകൂടെ ലേറ്റ് ആവുമായിരിക്കും നമ്മൾ, എന്നിട്ട് നമ്മൾ ഫെയിൽ ആവത്തൊന്നുമില്ല. നമ്മുടെ ടൈം ആകുമ്പോൾ നമ്മൾ സക്സസ് ആയിക്കോളും. അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ലാതെ നമ്മൾ ഒരുപാട് പ്രഷറൈസ് ചെയ്തിട്ട് നമുക്കൊന്നും കിട്ടാനില്ല. ഇപ്പം ഞാനാണെങ്കിൽ എന്നെ വെച്ച് ഞാൻ നേരത്തെയൊക്കെ എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ കമ്പയർ ചെയ്യുമായിരുന്നു. അയ്യോ അവർക്ക് കിട്ടിയല്ലോ, ഇവർക്ക് കിട്ടിയല്ലോ, എനിക്ക് കിട്ടുന്നില്ലല്ലോ. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ സിറ്റുവേഷൻ ആയിരിക്കില്ല അവരുടെ സിറ്റുവേഷൻ. അപ്പം നമ്മൾ അങ്ങനെ കമ്പയർ ചെയ്യുന്നതുകൊണ്ടൊന്നും നമുക്ക് കിട്ടാനില്ല. നമ്മൾ ചെയ്യേണ്ട പോർഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടൈം ആകുമ്പോൾ നമുക്കും കിട്ടും. അത്രേ ഉള്ളൂ. ഓക്കെ, സോ അപ്പം ഞാൻ ഇന്ന് മാത്സിൻ്റെ 2 ക്വസ്റ്റ്യൻ പേപ്പറും കറണ്ട് അഫെയർ കംപ്ലീറ്റ് ചെയ്തു. യെസ്, ദാറ്റ്സ് ഇറ്റ്.